നമുക്ക് ചുരിദാറിൻ്റെ ഒരു കളക്ഷനാണ്. അപ്പോൾ അതിനകത്ത് 2 ടൈപ്പ് മെറ്റീരിയൽ കാണിക്കുന്നുണ്ട്. ഒന്നൊരു സെമി സിൽക്ക് പാറ്റേണിൽ വരുന്നതും ഒന്ന് വേറൊരു കോട്ടണിൽ വരുന്നതുമാണ് കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ റേറ്റ് രണ്ടും ഡിഫറൻ്റ് ആയിരിക്കും. ഞാനത് വീഡിയോയിൽ പറയാം റേറ്റ്. അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്യണമെങ്കിൽ ഒന്നുകിൽ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇന്ന് വന്നിരിക്കുന്ന ഈ ലേറ്റസ്റ്റ് കളക്ഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇതാണ് ഫസ്റ്റ് വന്നിരിക്കുന്ന കളറ്. അപ്പോൾ ഇതിനകത്ത് ഇതിൻ്റെ ഒരു സിൽക്ക് മെറ്റീരിയൽ പോലെയുള്ളൊരു മെറ്റീരിയലാട്ടോ ഇത്. അതിനകത്തെ കൂടെ ചെറിയൊരു സെൽഫായിട്ടൊരു സ്ട്രൈപ്സ് പാറ്റേണും ഉണ്ട്. അതിൻ്റെ യോക്കിൽ കണ്ടോ ഇതേപോലെ ഒരു ബീഡ്സ് വർക്കും ഇങ്ങനെ ഒരു ആപ്ലിക് വർക്കും കൂടെയാണ് കൊടുത്ത് യോക്ക് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. സെയിം ടോണിൽ തന്നെ വരുന്ന ബോട്ടവും അവൈലബിൾ ആണ്. ഇതാണ് അതിൻ്റെ ഷോള് വരുന്നത്. ഷോളും അതുപോലെ തന്നെ സിൽക്ക് മെറ്റീരിയലിൽ നല്ല ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഷോളാണ്. ഷോളിൻ്റെ 2 സൈഡിലും ഇതേപോലെ ആപ്ലിക് വർക്കാണ് കൊടുത്തിരിക്കുന്നത്. 2790 2790 അല്ലേ റേറ്റ്? 2790 ഇതിൻ്റെ റേറ്റ് വരുന്നത്. നമുക്കൊരു ഫംഗ്ഷൻ വെയർ ആയിട്ടൊക്കെ ഉപയോഗിക്കണമെങ്കിലും ഉപയോഗിക്കാം. പിന്നെ നമ്മൾ ചുരിദാർ സെറ്റ്സൊക്കെ നമുക്ക് ഷാമ്പൂവിൽ നമ്മൾ ഹെയറിന് ഉപയോഗിക്കുന്ന ഷാമ്പൂ കളർ ഗാർഡ് യൂസ് ചെയ്ത് ഷാമ്പൂവിലൊക്കെ നമ്മൾ വാഷ് ചെയ്യുക കേട്ടോ. ഇത് വരുന്നത് ഇതിൻ്റെയൊക്കെ കളറ് നല്ല ഭംഗിയല്ലേ, ഒരു റെഡും അല്ല പിങ്കും അല്ലാത്തൊരു ഷെയ്ഡ് അല്ലേ, ഇതിൻ്റെ കളറ് അങ്ങനെ ഒരു കളർ അല്ലേ, ഒരു റെഡാണ്, എന്തോ ഒരു ചെറിയ റെഡ് പോലെയൊക്കെ ഉള്ളൊരു ഷെയ്ഡ് അല്ലേ, നല്ല ഭംഗിയുള്ളൊരു കളറാട്ടോ. എന്തായാലും കറക്റ്റ് കളറാണോ വീഡിയോയിൽ? അടുത്ത് വരുന്ന അതിൻ്റെ യെല്ലോ, നല്ല ഷെയ്ഡ്സ് എല്ലാം. മെറ്റീരിയലാണെങ്കിലും നല്ല ഒതുങ്ങി കിടക്കുന്ന മെറ്റീരിയലാട്ടോ. ഇതിനകത്ത് ആപ്ലിക് വർക്കും എംബ്രോയിഡറി വർക്കും കൂടെയാണ് വന്നിരിക്കുന്നത് കേട്ടോ. അതെ, ഇത്രയും പോർഷനിലാണ് ബീഡ്സ് വർക്ക്. ബാക്കി ഫ്രഞ്ച് നോട്ടിൻ്റെ വർക്കാട്ടോ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് ഫ്രഞ്ച് നോട്ടിൻ്റെ വർക്കാണ്, അത് എംബ്രോയിഡറി വർക്കും കൂടെയാണ്. അടുത്തത് നോക്കി, നല്ലൊരു റോയൽ ബ്ലൂ ഷെയ്ഡ്. ഇതേ ഷോളിങ്ങിന് വരും. സെയിം ടോണിലുള്ള ബോട്ടോ അവൈലബിൾ ആണ് കേട്ടോ ഇതിൻ്റെ കൂടെ. അടുത്തത് നോക്കിയേ, ഇത് ഇതൊരു നല്ലൊരു ചന്ദേരി കോട്ടണാണ് അല്ലേ? അല്ല, കോട്ടണാണ്, പ്യുവർ കോട്ടണാണ്. ഓക്കെ, പ്യുവർ കോട്ടണിൽ ഇതൊരു പീച്ച് ഷെയ്ഡ്. പീച്ചിൽ ബ്ലോക്ക് പ്രിൻറ്റും എംബ്രോയിഡറി വർക്കും കൂടെയാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെ നല്ല ലെങ്ത്തൊക്കെയുള്ള മെറ്റീരിയൽ. ഇതിൻ്റെ താഴെ കണ്ടോ ഇതേപോലെ എംബ്രോയിഡറിയും ഇതേപോലെ ഒരു കട്ട് വർക്ക് പാറ്റേണും കൂടെയാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 2290. ഇതിൻ്റെ ബാക്ക് സൈഡ് വരുമ്പോൾ ഈ ബ്ലോക്ക് പ്രിൻ്റ് ഉണ്ട്, എംബ്രോയിഡറി വർക്കില്ല. എൻ്റെ ഷോൾ വരുമ്പോൾ ആ പീച്ചിൽ തന്നെ നല്ല ഷിഫോൺ ഷോളാണ് കേട്ടോ, നല്ല ഭംഗിയുള്ള ഷോളും പ്ലെയിൻ കോട്ടൺ ബോട്ടം. എല്ലാം നമ്മൾ കളർ ഗാർഡ് യൂസ് ചെയ്തിട്ട് ഉപയോഗിക്കണം കേട്ടോ. ഫസ്റ്റ് കളർ ഗാർഡിൽ മുക്കിയിട്ട് ഷാമ്പൂവിൽ ഉപയോഗിക്കുക. നല്ലൊരു പിസ്ത ഗ്രീൻ ഷെയ്ഡ്, സെയിം ടോൺ തന്നെ. ഇതാണ് അതിൻ്റെ ദുപ്പട്ട വരുന്നത് ആൻഡ് ബോട്ടം. കളർ ഗാർഡ് എന്ന് പറയുമ്പോൾ പലർക്കും അറിയില്ല, ഞാനതാ പറയുന്നത്. കളർ ഗാർഡ് നമുക്ക് കളർ ഫിക്സ് ചെയ്യാനുള്ള ലിക്വിഡാണ്. അപ്പോൾ അത് നമുക്ക് കടകളിൽ വാങ്ങിക്കാൻ കിട്ടും. അതിനകത്ത് ആ ബോട്ടിലിൻ്റെ പുറത്ത് അതിൻ്റെ ഇൻസ്ട്രക്ഷൻ എഴുതിയിട്ടുണ്ടാവും അതെങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത്. അതനുസരിച്ച് ഫസ്റ്റ് വാഷ് നമ്മൾ സോപ്പിലും ഷാമ്പൂവിലും ഒന്നും ഇടുന്നതിന് മുമ്പ് തന്നെ ഈ കളർ ഗാർഡിൽ സോക്ക് ചെയ്ത് അരമണിക്കൂർ വെച്ചതിന് ശേഷം വേണം നമ്മുടെ ഹെയറിന് ഉപയോഗിക്കുന്ന ഷാമ്പു. അതാണ് ഞാൻ ഏറ്റവും പ്രിഫർ ചെയ്യുന്നത് മെറ്റീരിയൽ വാഷ് ചെയ്യാനായിട്ട്. കാരണം ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്നതും അത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ സെറ്റ്സിനൊന്നും അങ്ങനെ ഒരു ഡാമേജ് വരാറില്ല. പിങ്ക്, കാരണം നമുക്ക് ആരും കളർ ഗ്യാരണ്ടി ഒന്നും തരില്ല ഒരു മെറ്റീരിയലിനും. ഇപ്പം നമ്മളെടുക്കുന്നിടത്തൊന്നും നമുക്ക് ആരും കളർ ഗ്യാരണ്ടി തരില്ല. അതുകൊണ്ട് നമുക്കും എന്ന് വെച്ചാൽ ആരും നമുക്ക് കളർ ഗ്യാരണ്ടി കൊടുക്കില്ലല്ലോ ഒരു മെറ്റീരിയലിനും. അപ്പോൾ നമ്മളെങ്ങനെ സൂക്ഷിച്ച് ഉപയോഗിക്കുന്നോ അതേപോലെ ഇരിക്കും നമ്മുടെ മെറ്റീരിയൽ ലാസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ചുരിദാറിൻ്റെ കളക്ഷൻസ്. ഇതിനകത്ത് ഏതെങ്കിലും പീസസ് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ വെബ്സൈറ്റ് ത്രൂ അല്ലെങ്കിൽ വാട്സപ്പ് ത്രൂ ഓർഡർ ചെയ്യുക. താങ്ക് യു.